പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള ചെന്നൈ എഫ് സിയുടെ വിദേശ സൈനിങ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദേശ താരങ്ങളെ തന്നെയാണ് ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. റയൻ എഡ്വേർഡ്സ്, എൽസീനോ, കൊണ്ണോർ ഷീൽസ്, വിൽമർ ജോർഡൻ, ഡാനിയൽ ചിമ, ലൂക്കാസ് ബ്രാംബില്ല എന്നീ താരങ്ങളായിരിക്കും അടുത്ത സീസണിലെ ചെന്നൈ എഫ് സിയുടെ വിദേശ താരങ്ങൾ. മാത്രമല്ല മികച്ച ചില ഇന്ത്യൻ യുവതാരങ്ങളും ചെന്നൈ എഫ് സിയുടെ സ്ക്വാഡിലുണ്ട്. അടുത്ത സീസണിൽ ഓവൻ കോഹ്ലിന്റെ കീഴിൽ ചെന്നൈ എഫ് സി ടീം കൂടുതൽ ശക്തമാകുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞു പോയ സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാത്ത ഒരു താരമാണ് ജോഷുവ സൊറ്റീരിയോ. എന്നാൽ ഇത്തവണത്തെ പ്രീ സീസൺ സമയത്തും ജോഷുവ സൊറ്റീരിയോയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഏൽക്കുകയുണ്ടായിരുന്നു. ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ഡ്യൂറന്റ് കപ്പ് സ്ക്വാഡിലൊന്നും ജോഷുവ ഉണ്ടായിരുന്നില്ല. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോഷുവ സൊറ്റീരിയോയുടെ പരിക്കെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പോലും ജോഷുവ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരാനുള്ള ചാൻസ് നിലവിൽ കുറവ് തന്നെയാണ്. തുടർച്ചയായിട്ട് നിരവധി ഇഞ്ചുറികൾ വരുന്നത് കൊണ്ട് തന്നെ താരത്തിന് മാച്ച് ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഒരുപക്ഷെ ഡ്യൂറന്റ് കപ്പിന് ശേഷം ജോഷുവ ക്ലബ്ബ് വിടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. താരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം നിലവിൽ ശക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റൂമറാണ് സ്റ്റീവൻ ജോവട്ടിക് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. എന്നാൽ ഡീലിനി നടക്കില്ല എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സ്റ്റീവൻ ജോവട്ടിക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആശിഷ് നെഗിയും അതുപോലെ തന്നെ മാർക്കസ് മെർഗ്ലാവോയും സ്റ്റീവൻ ജോവട്ടിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും പറഞ്ഞിരുന്നില്ല. നിലവിൽ ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് എന്ന പേജ് റിപ്പോർട്ട്സിനനുസരിച്ച് സ്റ്റീവൻ ജോവട്ടിക്കിന് ഒരു സൗത്ത് ഏഷ്യൻ ക്ലബ്ബിൽ നിന്ന് ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. താരം ആ ഒരു ഓഫർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത്. മാത്രമല്ല ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് എന്ന ഈ ഒരു പേജ് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേജ് കൂടി. സ്റ്റീവൻ ജോവട്ടിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.